അതുകൊണ്ട് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ? എന്താണ് പരിഹാരം? ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ കോടതിയിൽ പോകും. ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും അന്യായമായി തടങ്കിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ വക്കീൽമാരെ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം. ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റ് സമരമുറകളെ കുറിച്ചൊക്കെ UDF തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച കഴിയുന്നതിന് ശേഷം മറ്റ് സമരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാം. ജുഡീഷ്യൽ അതെ ഇന്നലത്തെ മാത്രമല്ല, ജനറലായി ഞാൻ ചോദിക്കുന്നു, കാസർഗോഡ് മുതൽ തുടങ്ങി ഈ എല്ലാ സ്ഥലത്തും ഇത് നടന്നില്ലേ? എവിടെയായി നടക്കാതിരിക്കുന്നത്? ഇന്നലത്തത് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞു, ജനറലായി ഈ പറയുന്ന പരിപാടിക്കകത്ത് CPM നവകേരള സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ജീവൻ രക്ഷ നടത്തേണ്ടുന്ന മുഖ്യമന്ത്രിയാണ് സ്വയം ആളുകളെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന നമ്മളെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ? നോക്ക്, ഇതൊക്കെ എന്താ സാധനം പരിശോധിക്കുക. ഇതൊക്കെയാണ് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേജിൽ നിന്ന് കവർന്നു വീണതായി സാധനം അവിടെ നിന്ന് എടുത്തുകൊണ്ടാകുന്നതാണ്. ഇതൊക്കെ പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങൾ ഇത് പൊട്ടിയ എന്താ സംഭവം? ഇത് പൊട്ടിയാൽ ഞങ്ങളൊക്കെ ഒരു മരിക്കൂല്ലെങ്കിലും ചതറും, കാലും കൈയൊക്കെ പോവും, ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല എന്ന് മാത്രം. അത് പടച്ചോൻ തന്ന ഭാഗ്യം. വീരം കൂടെ ശല്യം. നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ പുകയൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? എല്ലാവരും ഓടിയോ? ഓടിയ വൈക്ക് പുല്ല് പറിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ അത് നേതാക്കന്മാർ നേടിയിട്ടില്ല. ഇതിന് പരിക്ക് പറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുള്ളൂ. അവിടെ നിന്ന് ബാക്കി എല്ലാവരും ആ പരിസരത്തുണ്ട്. ഞങ്ങൾക്കൊക്കെ ചുമ വന്നു. ചുമ എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ചുമയാണ്. ഏത് മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയാണ് ഈ അതിക്രമങ്ങൾ നടത്തുന്നതെന്നുള്ളതാണ്. പക്ഷെ ഇതേ വാർത്തകൾ തന്നെ സർക്കാർ അനുകൂല മാധ്യമങ്ങളിൽ വരുമ്പോൾ സർക്കാർ മിണ്ടാതിരിക്കുന്നുമുണ്ട്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പാണ്. പ്രതികരിക്കണം നിങ്ങൾ. ഞങ്ങളുണ്ടല്ലോ കൂടെ. നിങ്ങളെ പിറകിൽ ഞങ്ങളുണ്ട്. കൈ മുഷ്ടി ചുരുട്ടി ഞങ്ങൾ നിൽക്കാം. ജനാധിപത്യത്തോടൊപ്പമല്ലേ കോൺഗ്രസ്? ജനാധിപത്യ അവകാശം പ്രൊട്ടക്ട് ചെയ്യണത് മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരൻ്റെതായാലും നിരക്ഷരൻ്റെതായാലും സാക്ഷരതയുള്ളവരായാലും പൈസ സമ്പന്നൻ്റെതായാലും തൊഴിലാളിയുടേതായാലും പട്ടിണിക്കാരൻ്റെതായാലും കോടീശ്വരൻ്റെതായാലും നീതിക്ക് വേണ്ടി പോരാടാൻ അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാകും. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിന്റെ ആളുകളും അതിന്റെ അവകാശികളുമാണ് ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. എത്ര തെളിവ് വേണം നിങ്ങൾക്ക്? ഞങ്ങൾ തരാം. എത്ര തെളിവ് വേണം ഞങ്ങൾക്ക് തരാം. വളരെ ഗുരുതരമായ കാര്യമാണ്. കാരണം താങ്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അറിയില്ല. ചിലപ്പോ പുള്ളിക്കറിയാലോ. പുള്ളിക്ക് നമ്മളെ ഒന്ന് ഒതുക്കാൻ കിട്ടുന്ന ഒരു സമയമല്ലേ. അത് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹമായതുകൊണ്ട് ചെയ്യും. അതെന്നാ കൊടുത്തത്? ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില പ്രിവിലേജ് ഇല്ലേ?
ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇത്രയും മീറ്റർ ഉള്ളിൽ നിന്ന് ഈ ഗ്രനേഡ് പൊട്ടിക്കാവോ? നമ്മുടെ ഈ വെള്ളം ചീറ്റാവോ? ഇവിടെ ഒരു DGP ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അത് ഞാൻ പറഞ്ഞല്ലോ. അല്ല, പുള്ളിക്ക് എന്റെ വീട്ടിൽ സുരക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ പാവം പുള്ളി ഒരു വല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ പുള്ളിയെ വിളിച്ചപ്പോ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഞാൻ ശശി തരൂരും മാത്യു ഞാനല്ല സംസാരിച്ചത്. ശശി തരൂരും മാത്യു കുഴനാടനാണ് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചിട്ടില്ല. അയാള് പക്ഷേ ഒന്നും പ്രതികരിച്ചിട്ടില്ല. പറഞ്ഞില്ല എന്നാ പറഞ്ഞ അയാള്. അയാളൊന്നും ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് അയാൾ സംസാരിച്ചത്. അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പറയുന്ന വാദമുഖത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ആ DGP എന്ന് പറയുന്ന കസേരയിൽ ഇരിക്കാൻ ഒരർഹതയുമില്ലാത്ത കൊള്ളാത്ത ഒരാളാണ് ആ DGP എന്ന് ഞാൻ അടിവരയിട്ട് പറയും. ശശിയാണല്ലോ DGP. ഇപ്പൊ ഇവിടെ രണ്ട് DGP ആണ്. ഒന്ന് ശശിയാണ് ആക്ടിംഗ് DGP, P ശശിയാണ് ആക്ടിംഗ് DGP. എന്താ P ശശി? കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങളുള്ള KPCC അധ്യക്ഷന്റെ പ്രതികരണമാണ്.